കുഴപ്പമില്ലല്ലോ. വന്ദനം പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. ഇന്നുഷസിൻ പ്രഭ കാൺമാതേനായി, ഇന്നുഷസിൻ പ്രഭ കാൺമാതിനായി തന്ന കൃപ ഓർത്തിതാ വന്ദനം വന്ദനം. പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. പോയ രാവിൽ എന്നെ കാവൽ ചെയ്ത, പോയ രാവിൽ എന്നെ കാവൽ ചെയ്ത നായകനെ നന്ദിയായി വന്ദനം വന്ദനം. പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. ഇന്നലേക്കാൾ ഇന്നു നിന്നോടേറ്റം, ഇന്നലേക്കാൾ ഇന്നു നിന്നോടേറ്റം ചേർന്നു ജീവിക്കേണം ഞാൻ. വന്ദനം വന്ദനം. പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. ഇന്നു നിന്റെ ആത്മശക്തി മൂലം, ഇന്നു നിന്റെ ആത്മശക്തി മൂലം എന്നെ മുറ്റും കാക്കുക. വന്ദനം വന്ദനം. പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. നിൻമുഖത്തിൽ ഉള്ള ദിവ്യകാന്തി, നിൻമുഖത്തിൽ ഉള്ള ദിവ്യകാന്തി എന്നെ ശോഭിക്കേണമേ. വന്ദനം വന്ദനം. പൊന്നേശുനാഥ, നിന്റെ കൃപയ്ക്കായി എന്നുമേ വന്ദനം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ എളിയവരാകുന്ന അടികൾക്ക് ഒരുമിച്ച് അടുത്ത് വരുവാൻ കർത്താവെ അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ രാവിലെ സമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ഞങ്ങളെ മുഴുവനായിട്ട് അറിയുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സുഖത്തോടും ക്ഷേമത്തോടും കാത്തു പരിപാലിച്ചു. ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചു. സമാധാനത്തോടെ ഒരു പുതിയ പ്രഭാതത്തെ കണ്ടുണരുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലായിടത്തും ദാനമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ ശ്രദ്ധയിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് റാഫ യഹോവയായി, സൗഖ്യമാക്കുന്ന യഹോവയായിട്ട് ഞങ്ങളുടെ മധ്യ ഉടൻ്റെ കർത്താവെ, അതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് സൗഖ്യം നൽകുവാൻ, വിടുവിക്കുവാൻ കർത്താവെ അങ്ങ് മതിയായ ദൈവമായാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ഒരു വാക്ക് മാത്രം മതി കർത്താവെ, ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകുമല്ലോ.
കർത്താവെ അവിടുത്തെ ഒരു കരസ്പർശം ധാരാളമായിട്ട് മതിയല്ലോ കർത്താവെ സൗഖ്യം പ്രാപിപ്പാൻ. അങ്ങ് ഈ ഭൂമിയിലായിരുന്ന സമയങ്ങളിൽ കർത്താവെ അങ്ങയെ തൊട്ടവര് അവിടുന്ന് തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവെ. ഇന്നും രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കാതുകളും മന്ദമായിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ സമയം ചെറിയ സാറിന്റെ ദൈവകരങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കർത്താവെ ചില നാളുകളായിട്ട് നിന്റെ ദാസന് രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു കർത്താവെ. അത് എന്ത് എന്ന് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുവാനൊന്നും സാധിച്ചിരുന്നില്ല. ഇന്ന് കർത്താവെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു കർത്താവെ. ദൈവമേ അവിടെ ടെസ്റ്റ് നടത്തുവാനും ഡോക്ടറെ കാണുവാനും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം കർത്താവെ. കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ടെസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ ആവശ്യമായ കർത്താവ് നിന്റെ ദാസന്റെ അസ്വസ്ഥതകൾ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിലൂടെയൊക്കെ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നമേ കടന്നു ചെന്ന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആവശ്യമായ ദൈവകൃപ അനുഭവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവ ആകുന്നു എന്ന് കർത്താവെ അങ്ങ് കൽപ്പിച്ചല്ലോ കർത്താവെ. അങ്ങ് വാക്ക് മാറുകയില്ല, അങ്ങ് ഒരിക്കലും വാക്ക് മാറുന്ന ദൈവമല്ല. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം നിന്റെ മകന്റെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും അത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി ദാസനുമായിട്ട് കടന്നു പോകുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. മധ്യപ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊന്നും ഇടയാകാതെ കർത്താവെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് കർത്താവ് ബുദ്ധിമുട്ടുകൾക്കൊന്നും ഇടയാക്കല്ലേ. രക്തക്കോട്ടയിൽ മൂടണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ സൗഖ്യവും വിടുതലും കർത്താവെ നീ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിന്റെ മക്കളാകുന്നു കർത്താവെ. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. അതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. അവിടുന്ന് ഒരു നാളും ഞങ്ങളെ കൈവിടുന്ന ദൈവമല്ലല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവെ. കൂടെ ഇരിക്കണമേ, വിടുവിക്കണമേ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ നിന്റെ മുമ്പാകെ അടുത്ത് വന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്തു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലായിരിക്കുന്നവർ കർത്താവെ അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആരോഗ്യം നൽകണമേ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മനസ്സിന്റെ ഭാരങ്ങളെയൊക്കെ എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുഞ്ഞുങ്ങളെ കുറിച്ച് കർത്താവ്, കുടുംബത്തെ കുറിച്ച് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ തലമുറകളെ ഞങ്ങൾക്ക് തള്ളുന്നത് കർത്താവാണ്. അവരെ അനുഗ്രഹിക്കുന്ന ദൈവം നീയാണ്, അവരെ വഴി നടത്തുന്ന ദൈവം നീയാണ്. നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോട് സ്തോത്ര പ്രഭാതത്തിൽ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്നു. കൂടുതലായിട്ട് കർത്താവിനോട് അടുത്ത് ജീവിപ്പാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആത്മീയമായ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ കർത്താവ് പ്രകാശിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങോട്ട് ഒരുപടി കൂടെ അടുത്ത് ജീവിപ്പാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളായിട്ട് കർത്താവെ തലയാകുന്ന കർത്താവോളം വളരുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് കൃപ തരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മഹത്വവും കർത്താവെ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതായി സ്തുതിക്കുന്നു യേശുക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. നമ്മള് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായമാണല്ലോ ഇന്ന് പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. ദാനിയേലും കൂട്ടരും പ്രവാസത്തിൽ എന്നുള്ളതാണ് ഈ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ചരിത്രപരമായ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നാം നോക്കുമ്പോൾ യോശിയാവിൻ്റെ മൂത്ത മകനായ യെഹോയാക്കീമിനെ ഫറോൻ നെഖോ BC 609 അവന്റെ ഇളയ സഹോദരന് പകരം രാജാവാക്കുന്നതായിട്ട് നാം യിരെമ്യാ പ്രവചനത്തിൽ നാം വായിച്ചതാണ്. 4 വർഷം മിസ്രൈമിനും തുടർന്ന് ബാബേലിനും സാമന്തനായിരുന്നു യെഹോയാക്കീം. ഒരു പുതിയ കൊട്ടാരം പണിയാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ വിമർശിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സാമന്തൻ എന്ന് പറയുമ്പോൾ ആശ്രിതനായിട്ട്, അതായത് നമുക്കറിയാം പിന്നെ ബാബേലിനെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബാബേലിനോടുള്ള അതൃപ്തി കാണിച്ചുകൊണ്ട് മിസ്രൈമിനെ ആശ്രയിച്ച രാജാവായിരുന്നു യെഹോയാക്കീം. എന്നാൽ അതിനുശേഷം പിന്നെ താൻ ബാബേലിന്റെ ആശ്രിതനായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പൊതു ഖജനാവിലെ പണമൊക്കെ ധൂർത്തടിക്കുന്നതിനെതിരായിട്ട്
പ്രവാചകൻ ശബ്ദമുയർത്തുകയും കത്തെഴുതുകയും ചെയ്തപ്പോൾ അത് നശിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ വ്യക്തിയെയാണ് നെബോ അതായത് നെബൂഖദ്നേസർ എന്ന വാക്കിന്റെ അർത്ഥം നെബോ എൻ്റെ അതിരുകൾ സംരക്ഷിക്കൂ എന്നാണ്. നെബോ എൻ്റെ അതിരുകൾ സംരക്ഷിക്കൂ. അപ്പോൾ എന്നാൽ ഈ നെബൂഖദ്നേസർ 43 വർഷം ബാബേലിലെ രാജാവായി ഭരണം നടത്തിയ ആളാണ്. പിന്നെ BC 605 മുതൽ 562 വരെ. മിസ്രൈമിനെതിരായി ബാബിലോന്യ സൈന്യത്തെ നയിക്കുവാൻ അവന്റെ പിതാവായ നെബൂഖദ്നേസരാൽ അയക്കപ്പെട്ട പിന്നെ നെബൂഖദ്നേസർ, അന്ന് നെബൂഖദ്നേസർ രാജാവായിട്ടില്ല, യുവരാജാവ് മാത്രമാണ്. താൻ അങ്ങനെ ആ യുദ്ധത്തില് പിന്നെ കർക്കമീശയിൽ വെച്ച് പിന്നെ ഇസ്രായേലിനെ അവിടെ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജൂലൈ അവസാനം എന്നാൽ പെട്ടെന്ന് നെബൂഖദ്നേസറിന്റെ പിതാവ് മരിക്കുകയും താൻ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ച് ബാബേലിലേക്ക് കടന്നുപോയി പിന്നെ രാജസ്ഥാനത്ത് അതായത് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെ താൻ നെബൂഖദ്നേസർ യെരുശലേമിനെ ഉപരോധിച്ച് അവന്റെ പിതാവും ബാബിലോണിന്റെ രാജാവുമായിരുന്ന നെബൂഖദ്നേസർ മരിച്ചതുകൊണ്ട് യഹൂദ തടവുകാരെ, അതായത് യഹൂദയിൽ നിന്ന് പിടിച്ചതായ ബദ്ധന്മാരായിട്ട് പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ച തടവുകാരെ ബാബിലോണിലേക്ക് കൊണ്ടുവരുവാന് പട്ടാളത്തിലെ ജനറൽമാരെ ഏൽപ്പിച്ചു. അവന് ബാബിലോണിലേക്ക് മടങ്ങേണ്ടതായിട്ട് വന്നുകൊണ്ട് താൻ നെബൂഖദ്നേസർ ബാബേലിലേക്ക് ആദ്യമേ മടങ്ങിപ്പോയി. ഈ അടിമകളിൽ അങ്ങനെ അന്ന് പിടിച്ചുകൊണ്ടുപോയ അടിമകളിൽ ഒരാളായിരുന്നു ദാനിയേൽ. അതോടൊപ്പം ദാനിയേലിന്റെ കൂട്ടുകാരായിട്ടുള്ള 3 യഹൂദ ബാലന്മാരും ആ കൂട്ടത്തിലുണ്ട്, യുവാക്കന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നാം ഇവിടെ കാണുന്നത് അതായത് അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. അതായത് ആ യുദ്ധത്തില് അവൻ വിജയം വരിച്ചപ്പോൾ യെരുശലേം ദേവാലയത്തിലെ പാത്രങ്ങളും അത് അവിടുന്ന് ചില വസ്തുക്കളും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇവൻ പോകുന്നത്. എന്തിനു വേണ്ടി അതെടുത്ത് കൊണ്ടുപോയത് എന്ന് ചിന്തിച്ചാല് ഈ ആലയത്തിലെ ദൈവത്തിന്റെ പാത്രങ്ങള് അവൻ വിജയം വരിച്ചത് അവന്റെ ദൈവത്തിന്റെ ശക്തിയാലാണ്, അവൻ ആരാധിക്കുന്ന പിന്നെ ആരാധനാ മൂർത്തിയുടെ ശക്തിയാലാണ്. അതുകൊണ്ട് യെരുശലേമില് ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിലെ ആ പിന്നെ പാത്രങ്ങൾ കൊണ്ടുപോയി തൻ്റെ ദേവന് സമർപ്പിക്കുവാനായിട്ടാണ് അവൻ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം നാം ചിന്തിക്കുമ്പോൾ കർത്താവ് ഇവരെ ഇങ്ങനെ അത് ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ബാബേൽ പ്രവാസത്തിന് ഈ ജനത്തെ ദൈവം ഏൽപ്പിച്ചത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 2 കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, തുടർമാനമായ ഈ ജനത്തിന്റെ വിഗ്രഹാരാധനയാണ്. യാതൊരു വിഗ്രഹത്തെ ആരാധിക്കരുത്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്നെല്ലാം 10 കൽപ്പന മോശയിലൂടെ കൊടുത്ത അത് ലഭിച്ചതായ ജനമാണ്. ഇവിടെ അതാത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ലോക്കലായിട്ടുള്ള വിഗ്രഹങ്ങളും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധവും അവർ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, ദൈവത്തെ പ്രകോപിപ്പിക്കുന്നവരായി ജീവിച്ച അനുഭവങ്ങളാണ് അവരെ ഇപ്രകാരം പ്രവാസത്തിലേക്ക് അയക്കേണ്ട ഒരു കാരണം. 2-ാമത്തെ കാരണം, ദേശത്ത് 70 വർഷം ദേശത്തിന് 70 സ്വസ്ഥതയുടെ ശബത്തുകൾ അനുഭവിക്കേണ്ട സമയം. അതായത് നമ്മളതും പഠിച്ചായിരുന്നു. 490 വർഷം അവർ ശബത്ത് ആചരിച്ചില്ല എന്ന് കാണുന്നു. അതായത് ദേശത്തിന്റെ ശബത്ത് ദൈവം നിശ്ചയിച്ചിരുന്നു. 7 വർഷത്തിലൊരിക്കൽ എല്ലാ 7-ാമത്തെ വർഷവും ദേശത്തിൽ ഒരു ശബത്ത് അഥവാ സ്വസ്ഥത നൽകണമെന്നാണ് മോശ വഴിയായിട്ട് കൊടുത്ത കൽപ്പനയുള്ളത്. ആ വർഷം വിളയുന്നത് എന്തും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും, ആരും അതിന് തടയുകയില്ല. അപ്പോൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കാലയളവ് കൂടിയായിരുന്നു ഈ ഒരു വർഷം, 7 വർഷത്തിലൊരിക്കൽ. അപ്പൊ അങ്ങനെ 490 വർഷമായിട്ട് ഈ ജനം ഈ പ്രകാരം ഭൂമിക്ക് ഒരു ശബത്തും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ഇസ്രായേൽ ഭൂമി ആ ഒരു ശബത്ത് അനുഭവം അനുഭവിക്കത്തക്കവണ്ണം ദൈവം ഈ 2 കാരണങ്ങളാൽ ആണ് ഈ ജനത്തെ പ്രവാസത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ 3 പ്രാവശ്യമായിട്ടാണ് ഈ ജനത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചപ്പോഴൊക്കെ പഠിച്ചതാണ്. ഒന്നുകൂടെ പറയാം. BC 605 ദാനിയേലും കൂടെയുള്ള ഒരു ആദ്യത്തെ ട്രിപ്പിലാണ് ദാനിയേൽ പോയിട്ടുള്ളത്. അത് ദാനിയേലും കൂടെയുള്ളവരും BC 605
രണ്ടാമത് BC 598 പോയത്. ആ സമയത്ത് എഹസ്കേൽ പ്രവാചകനും കൂടെയുള്ളവരും പോയി. BC 587 വന്നപ്പോൾ ബാക്കിയുള്ള യഹൂദാജനം ഒരു നല്ല പങ്കും ബാബേലിലേക്ക് പോയതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ 3 പ്രയാണങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് താൻ പിടിച്ചെടുത്തതായ ഈ പാത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ടുപോയി വെച്ചത് ശിനാർ ദേശത്തുള്ളതായ അവരുടെ ശിനാർ ദേശത്തുള്ളതായ തന്റെ ദേവന്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ബാബിലോണ്യരുടെ പ്രധാന ദേവൻ ബേലായിരുന്നു. ഇപ്പോൾ ഈ ബേലിന്റെ ഒരു വലിയ ക്ഷേത്രം ശിനാർ ദേശത്തുണ്ട്. ശിനാർ ദേശം എന്ന് പറയുന്നത് ടൈഗ്രീസ് നദിക്കും യൂഫ്രട്ടീസ് നദിക്കും ഇടയിലുള്ള വളരെ ഫലപുഷ്ടമായ ഒരു ഭൂപ്രദേശമാണ് ശിനാർ ദേശം. അവിടെയുള്ള തന്റെ ക്ഷേത്രത്തില് ഇതുകൊണ്ട് സമർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നാം കാണുമ്പോൾ ഈ എബ്രായ ബാലന്മാര് അവര് ബാബേലിൽ എത്തിച്ചേർന്നു. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 3-ാം വാക്യത്തില് നാം കാണുന്നത്, അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനോസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ പ്രാപ്തരുമായിട്ടുള്ള ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. അതായത് ഈ യഹൂദയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ യുവാക്കന്മാരില് അവർക്ക് പ്രത്യേകം ഇവിടെ പറയുകയാണ്, രാജസന്തതികളായിട്ടുള്ള കുലീനന്മാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള കുറെ ആളുകളെ പിടിച്ച് 3 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് അവരെ ബാബേൽ രാജാവിന്റെ ഷണ്ഡന്മാരായിട്ട് കൊട്ടാരത്തിലെ ജോലി ചെയ്യിക്കുവാനായിട്ട് അവരെ ഉപയോഗിക്കുവാനായിട്ട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ കാണുന്നതാണ്. അപ്പോൾ ഷണ്ഡന്മാർ എന്ന് പറയുമ്പോൾ ലിംഗഛേദം വരുത്തിയവരാകണമെന്നില്ല. അവന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പൊതുവെ പറയുന്ന പേരാണ് ഷണ്ഡന്മാരെന്നുള്ളത്. ദാനിയേലിനെയും കൂട്ടരെയും ഷണ്ഡന്മാരാക്കിയോ എന്ന് വ്യക്തമല്ല. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളില് നമുക്ക് ഇത് വെറുതെ നടന്നൊരു സംഭവമല്ല. സ്വർഗത്തിലെ ദൈവം നേരത്തെ തന്റെ പ്രവാചകങ്ങളിലൂടെ പ്രവചിച്ച കാര്യമാണെന്ന് കാണാൻ സാധിക്കും. അതായത് യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ നോക്കുക, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ആ പ്രവചനം ഇവിടെ നിറവേറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രാജകൊട്ടാരത്തിൽ രാജസന്തതികളായിരിക്കണം. അപ്പൊ അവരെക്കുറിച്ച് 8 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിരിക്കുകയാണ്. രാജാവ് ഇപ്രകാരം പിടിച്ചുകൊണ്ടുപോകുന്ന ബദ്ധന്മാരില് ഷണ്ഡന്മാരായിട്ട് ട്രെയിനിങ് എടുക്കേണ്ട 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ആ രാജസേവനത്തിനായിട്ട് ഷണ്ഡന്മാരായിട്ട് എടുക്കുന്നവരെ യോഗ്യതകളെ കുറിച്ച് പറയുന്നു. അവർ രാജസന്തതികളായിരിക്കണം. 2 അവർ യുവാക്കളായിരിക്കണം. 3 ശാരീരികമായി ഊനമില്ലാത്തവരായിരിക്കണം. 4 നല്ല സുന്ദരന്മാരായിരിക്കണം. കാഴ്ചയിൽ മികവുള്ളവരായിരിക്കണം. വിദ്യാസമ്പന്നരായിരിക്കണം. വിവേകശാലികളായിരിക്കണം. വിദ്യാപരിജ്ഞാനികളായിരിക്കണം. രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യരായിരിക്കണം. ഇങ്ങനെ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമുള്ള ആളുകളെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ നമ്മുടെ ദാനിയേലിനോടൊന്നിച്ച് ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ 3 പേരും ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ സകല ജ്ഞാനത്തിലും നിപുണരെന്ന് പറയുമ്പോൾ കൃഷി, ജ്യോതിഷം, വായന, ശാസ്ത്രം, ഗണിതം, കൽദയ ഭാഷ എന്നിങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ശാസ്ത്രത്തിന്റെ 2 പ്രധാന കാലഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 600 മുതൽ ക്രിസ്തുവിന് പിൻപ് 200 വരെയുള്ള ഗ്രീക്ക് കാലഘട്ടവും ക്രിസ്തുവിന് ശേഷം 1450 മുതൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം വരെയുള്ളതായ കാലഘട്ടവും. അതായത് മിസ്രൈമിലും ബാബിലോണിലുമായി ഗണിതം, ധാതു സംസ്കരണം, ശരീരഘടനാശാസ്ത്രം, വാനശാസ്ത്രം എന്നിവയുടെ ആവിർഭാവത്തോടെ ശാസ്ത്ര പഠനം ആരംഭിച്ചു. സൂര്യന്റെയും ചന്ദ്രന്റെയും കൃത്യമായ ഭ്രമണങ്ങൾ, ഗ്രഹങ്ങളുടെ പാതകളുടെ നിർണയം, 360 ഡിഗ്രിയായുള്ള വൃത്തത്തിന്റെ വിഭജനം, നക്ഷത്ര സമൂഹങ്ങളുടെ പ്രത്യേക
രാശി ചക്രങ്ങളുടെ നാമകരണം എന്നീ കാര്യങ്ങൾ നാം ബാബിലോന്യരോടാണ് മനസ്സിലാക്കുവാനായിട്ട് അവരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ദാനിയേൽ ഈ വിധ ശാസ്ത്രങ്ങളിലെല്ലാം പരിശീലനം നേടിയിരുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 4-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കാം. പ്രത്യേക വിദ്യകൾ അഭ്യസിപ്പിക്കുന്നതിനായി രാജധാനിയോടനുബന്ധിച്ച് സുസജ്ജമായ ഒരു വിദ്യാകേന്ദ്രം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പഠിച്ച വിദ്യകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നാമത് കാണുന്നത് ബാബിലോണിൽ വളരെ വിപുലമായ ഒരു പുസ്തക ശേഖര ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ പിന്നെ ആ വിവിധ വിഷയങ്ങളെ ആ വിഷയാടിസ്ഥാനത്തിൽ പുസ്തകങ്ങളെ ക്രമീകരിച്ചു വയ്ക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നല്ല ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയി വായിച്ചിട്ട് തിരിച്ചു വെക്കുവാനുള്ള സാഹചര്യവും ആ കാലത്ത് തന്നെ ബാബേലിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെയും ചരിത്രത്തിലൂടെയും മനസ്സിലാക്കാം. രണ്ടാമത് ഭാഷയാണ്. അതായത് രാജസന്നിധിയിൽ പരിചരിക്കുന്നവർക്ക് ആ ബാബേലിലെ ഭാഷ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് അവരെ കൊട്ടാരം വക ഒരു വിദ്യാലയത്തിൽ അവരെ ഭാഷ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ നെബൂഖദ്നേസർ ബാബേലിൽ മടങ്ങി വന്നു. താൻ രാജാവായി ചക്രവർത്തിയായിട്ട് തീർന്നു. അതിനുശേഷം രാജാവ് ഈ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് എല്ലാവർക്കും രാജഭോജനത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി, അതായത് അവരുടെ റേഷൻ അനുവദിച്ചു. രാജാവ് കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർ കൊടുക്കുന്നത്. രാജാവ് കുടിക്കുന്ന വീഞ്ഞും കൊടുക്കുവാനായിട്ട് അവർക്കുള്ള കോട്ടയൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഇതൊന്നും കഴിക്കില്ല എന്നൊരു തീരുമാനം ദാനിയേൽ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യായീൻ, അതായത് എബ്രായ വാക്കിന് പുളിപ്പിക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. അവിടുത്തെ വീഞ്ഞെല്ലാം അപ്രകാരം പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന വീഞ്ഞായിരുന്നു. അങ്ങനെ 3 സംവത്സരത്തെ ഇവരുടെ പഠനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴേ ഇവരെ അവിടുത്തെ ഈ ഷണ്ടന്മാരായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ പേരൊക്കെ ഒന്ന് മാറ്റി. ആ പേര് മാറ്റുന്നത് ആ പ്രവാസികളെ അല്ലെങ്കിൽ വിദേശ അടിമകളെ ഈ രാജ്യത്തിന്റെ അധീനതയിലാക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഇവരുടെ പേര് മാറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 45-ാം വാക്യവും 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിന്റെ 34, 24-ാം അധ്യായത്തിന്റെ 17-ാം വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രാജധാനിയിൽ പരിചാരകന്മാരായി അഭ്യസിപ്പിക്കുവാൻ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ യഹൂദയിൽ നിന്ന് ബദ്ധന്മാരായി കൊണ്ടുപോയ ഈ 4 പേര്, അതിൽ ദാനിയേൽ എന്ന വാക്കിന്റെ എബ്രായ വാക്കാണല്ലോ. ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ന്യായാധിപതി എന്നുള്ളതാണ് ദാനിയേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നാൽ അവന്റെ പേര് മാറ്റി ബെൽസസർ എന്നാക്കി. ആ പേരിന്റെ അർത്ഥം അല്ലയോ ബേൽ, അല്ലെങ്കിൽ നീ അവന്റെ ജീവനെ പരിപാലിക്കണമേ, അല്ലെങ്കിൽ ബേലിന്റെ പ്രഭു എന്ന അർത്ഥമാണ് ബെൽസസർ എന്നുള്ളത്. അപ്പോൾ ബാബിലോണിലെ പ്രധാന ദേവനാണ് ബേല്. അപ്പൊ ആ പേരില് ആണ് ദാനിയേലിന് കൊടുത്ത് ബെൽഷസർ എന്നാക്കി. ദാനിയേലിന് ഈ പുതിയ പേര് വളരെ ഇഷ്ടമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തറിയാമോ? ആകെ 12 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ദാനിയേൽ പ്രവചനത്തില് ഒരു 75 പ്രാവശ്യം ദാനിയേൽ എന്നുള്ള പേര് തന്നെ ദാനിയേൽ അവിടെ ആവർത്തിക്കുന്നതായിട്ട്, ദാനിയേൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുവചനത്തിന്റെ ഇതര ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയും 5 പ്രാവശ്യം ദാനിയേലിന്റെ പേര് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹനന്യാവിന്റെ പേര് മാറ്റി ഹനന്യാവ് എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. ആ പേര് മാറ്റിയിട്ട് അവരുടെ പേര് ചന്ദ്രക്ക്, അതായത് ചന്ദ്രദേവനായ അഹുവിന്റെ ആജ്ഞ എന്ന പേര് കൊടുത്തു. പിന്നെ മിശായേൽ എന്നുള്ള പേര് എബ്രായ വാക്കാണ്. അതിന്റെ അർത്ഥം ദൈവത്തെ പോലെയുള്ളവരെന്നാണ്. ആ പേര് മാറ്റി അവന് പുതിയ പേര് മേശക്ക് എന്ന് കൊടുത്തു. അതിന്റെ അർത്ഥം അഗുവിനെ പോലെയുള്ളവൻ, അവരുടെ ദേവന്റെ പേര് തന്നെയാണ്, ചന്ദ്രദേവനായ അഗുവിനെ പോലെയുള്ളവൻ. 4-മത് അസര്യാവ് എന്ന പേര് മാറ്റിയിട്ട് ആ വാക്കിന്റെ എബ്രായ വാക്കിന്റെ അർത്ഥം യഹോവ സഹായമായിട്ടുള്ളവൻ എന്നാണ്. ആ പേര് മാറ്റിയിട്ട് അബേദ്നെഗോ എന്നതിന്റെ അർത്ഥം ശാസ്ത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും ദേവനായ നെഗോയുടെ അഥവാ നെബോയുടെ ദാസൻ എന്ന് ആക്കി. ഇങ്ങനെ അവരുടെ പേര് മാറ്റി. അപ്പോൾ ഈ സമയത്ത് ദാനിയേലിന് വ്യക്തിപരമായ ഒരു തീരുമാനം ദാനിയേൽ എടുക്കുകയാണ്. അതായത് 8-ാം വാക്യത്തില് അവൻ തീരുമാനിച്ചു തന്നെത്താൻ ഒരിക്കലും താൻ അശുദ്ധനാക്കുകയില്ല. അതായത് മോശയുടെ ന്യായപ്രമാണം അനുവദിക്കാത്ത ചില ഭക്ഷണങ്ങളാണ് രാജാവിന്റെ ഭക്ഷണമായിട്ടും വീഞ്ഞും കഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് താൻ കഴിക്കുകയില്ല എന്നൊരു തീരുമാനം അവിടെ എടുക്കുന്നുണ്ട്. അത് കാരണം ആ രാജകീയ ഭക്ഷണത്തിൽ മാംസം അത് രക്തമടങ്ങിയതായിരിക്കാം. അതിനെ ആ മൃഗത്തെ എങ്ങനെയാണ് കൊന്നതെന്നൊന്നും അറിയാൻ കഴിയുകയില്ല. മാത്രമല്ല ഇത് വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട വിഗ്രഹാർപ്പിതമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ കഴിക്കാൻ പാടില്ലാത്തതാണ്.
ആ കാരണത്താൽ അത് വീണ്ടും അത് ഭക്ഷിക്കയില്ലാൻ തീരുമാനിച്ചു. ദാനിയേലും യോസഫുമായിട്ട് ചില താരതമ്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് ഉണ്ട്. മാത്രമല്ല പിന്നെയും എങ്ങനെ നമുക്കൊരു ജയജീവിതം ദാനിയേലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ജയജീവിതം നയിക്കാം എന്നുള്ളതും നമുക്കിവിടെ ചിന്തിക്കാറുണ്ട്. പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ച് ബൈബിളിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ഉണ്ട്. പക്ഷെ സമയമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദാനിയേൽ കൂട്ടുകാരും പരീക്ഷിക്കപ്പെടുന്നതാണ് പിന്നെ നാം കാണുന്നത്. അവരുടെ ഈ ആഹാരം കഴിക്കയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴേ പിന്നെ അവരുടെ ചുമതലയിലുള്ളതായ പിന്നെ അതൊരു പ്രശ്നമായി തീർന്നു. കാരണം മറ്റാളുകളെല്ലാവരും ഇറച്ചിയും പിന്നെ വീഞ്ഞും ഒക്കെ കഴിച്ച് കൊഴുത്ത് തുടിച്ചിരിക്കുമ്പോൾ ഇവർ പറയുന്നവർക്ക് പച്ചക്കറി മതി, വെജിറ്റേറിയൻ മതി, ശാഖപദാർത്ഥങ്ങൾ മതി എന്ന് അവർ പറയുമ്പോൾ ഈ ചെറുപ്പക്കാരെ ക്ഷീണിച്ചു പോയിരുന്നാൽ രാജാവിൽ നിന്ന് വഴക്ക് കേൾക്കണം, തന്റെ ജോലി തന്നെ ചിലപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് വിചാരിച്ചൊരു ഭാരപ്പെട്ടു. എന്നാല് അവർ പറയുന്നത് അവർക്ക് പച്ചക്കറികളും ധാന്യങ്ങളും ഗോതമ്പ്, യവം, മാവ്, മലര്, അമര, പയറ്, പരിപ്പ് മുതലായ ആഹാരം മതി. ഇത് ഒരു 10 ദിവസത്തെ പരീക്ഷണം നടത്തി നോക്ക്, ഞങ്ങൾ ഇവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ആ 4 യുവാക്കളുടെ പരിശീലനത്തിലെ അമാനുഷികമായ ഘടകത്തെ ഇത് ഉറപ്പിക്കുകയാണ്. കാരണം ഇവര് ആരോഗ്യം പിന്നെ അവരെ ശാഖപദാർത്ഥങ്ങൾ കഴിച്ചെങ്കിലും മറ്റുള്ളവരെക്കാൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരുമായിട്ട് കാണപ്പെട്ടു എന്ന് നാം ഇവിടെ കാണും. അപ്പോൾ ന്യായപ്രമാണാനുസൃതമായ ആഹാരം കഴിക്കുവാനുള്ള തീരുമാനം എടുത്തപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ അവന്റെ കൽപ്പനകളെ കാത്തതുകൊണ്ട് ദൈവം അവരെ മാനസികമായും ആത്മീകമായും അനുഗ്രഹിച്ചു എന്ന് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആ 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞ് നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്ന് നാം ഇവിടെ കാണും. അങ്ങനെ ഒരു വേർപെട്ട ജീവിതം നയിച്ച് അവരെ പിന്നെ ദൈവസന്നിധിയിൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. ദൈവം കൊടുക്കുന്ന ആത്മീയ വരങ്ങളെ കുറിച്ച് നമുക്ക് 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എബ്രായ ബാലന്മാർക്ക് ലഭിച്ച ഉയർച്ചയും പദവിയുമാണ് ഇവിടെ കാണുന്നത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 12-10 നാം വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചും ആത്മീയമായ വരങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ വിടുന്നു. പരിശുദ്ധാത്മാവ് പകരുന്ന ദൈവിക ജ്ഞാനമാണ് അവർക്ക് ലഭിച്ചത്. ആത്മാവിന്റെ ഏതു വരവും ഒരുവനിൽ വസിക്കുന്ന ദൈവാത്മാവ് നൽകുന്നതാണ്. അതുകൊണ്ട് ദാനിയേൽ ഈ വരം അനേക സമയങ്ങളിൽ ദൈവ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണും. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആത്മീയമായിട്ടുള്ള വരങ്ങള്, നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങള് ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ ദാനിയേലിനെ കുറിച്ച് പിന്നെയും പറയുന്നത് പാർസി രാജാവ് കോരശിന്റെ 1-ാം ആണ്ടിൽ ഈ പ്രവാസം അവസാനിച്ച് ഈ ജനം തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ കാണുവാനും മാത്രമല്ല പിന്നെയും കുറെ വർഷം ആയുസ്സോട് ജീവിച്ചിരിക്കുവാനും കോരശിന്റെ കാലം 70 വർഷത്തെ പ്രവാസത്തിന്റെ ശേഷിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു ഷണ്ടനായിട്ട് ഉദ്യോഗസ്ഥനായിരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നമുക്ക് 1-ാമത്തെ അധ്യായം വായിക്കാം. ഒരു 2 വാക്യങ്ങൾ വീതം വേഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ടന്മാരിൽ പ്രധാനിയായ അശ്പനാസിനെയോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാവിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ,
അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവർക്ക് പേരിട്ടു. ദാനിയേലിനെ അവർ ബെൽഷസ്സർ എന്നും, അനന്യാവിനെ ശദ്രക് എന്നും, മിശാലിനെ മേശക് എന്നും, അസര്യാവിനെ അബേദ് നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് അവർ കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് തന്നെ തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനവും കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്ന പോലെ ദൈവങ്ങളോട് ചെയ്തു പോകുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം ഇവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിക്കുന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ഇന്നത്തെ പുറപ്പാടവാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഗലാത്യർ 5:16. നമ്മുടെ വായനയുടെ അവസാനിപ്പിക്കുന്നു. ഈ സമയത്ത് കൊച്ചിയിൽ നിന്ന് റോയ് ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നാം എല്ലാവരും